JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വിശദീകരണങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ റാങ്ക് ഫയൽ വാങ്ങുക. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യന്റെ മാനസിക പ്രക്രിയകളെയും സ്വഭാവങ്ങളെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? മനുഷ്യന്റെ മാനസിക പ്രക്രിയകളെയും സ്വഭാവങ്ങളെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ആർക്കൊക്കെ അറിയാം ഈ ചോദ്യത്തിന് ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരമെന്ന്? ഏതാണ്? മനഃശാസ്ത്രമാണ് അല്ലേ. മനഃശാസ്ത്രം എന്നത് മനുഷ്യന്റെ ചിന്തകള്, വികാരങ്ങള്, പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. വ്യക്തികളുടെ മാനസിക പ്രവർത്തനങ്ങളും അവർ സമൂഹത്തിൽ എങ്ങനെ ഇടപഴകുന്നു എന്നതും മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സാമൂഹിക ചുറ്റുപാട്. സാമൂഹിക ചുറ്റുപാട് അതായത് കുടുംബം, സുഹൃത്തുക്കള്, സ്കൂള്, സമൂഹം എന്നിവ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയും കാഴ്ചപ്പാടുകളെയും മൂല്യങ്ങളെയും കാര്യമായി സ്വാധീനിക്കുന്നു. വ്യക്തികൾ സാമൂഹികമായ ഇടപഴകലിലൂടെയാണ് സ്വയം തിരിച്ചറിയുകയും വളരുകയും ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ പ്രധാന പഠന മേഖല അല്ലാത്തത് ഏതാണ്? ചോദ്യം ശരിക്കും വായിക്കണം. ഇതിൻ്റെ അകത്ത് എന്നാ ചോദിച്ചിരിക്കുന്നത്? ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ പ്രധാന പഠന മേഖല അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വ്യക്തിഗത ബുദ്ധിശക്തി. സാമൂഹിക മനഃശാസ്ത്രം പ്രധാനമായും വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഗ്രൂപ്പ്, പെരുമാറ്റം, സാമൂഹ്യ സ്വാധീനം, സാമൂഹ്യ ധാരണ എന്നിവയെല്ലാം തന്നെ സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ പ്രധാന പഠന മേഖലകളാണ്. എന്നാൽ വ്യക്തിഗത ബുദ്ധിശക്തി എന്നത് പ്രധാനമായും വൈജ്ഞാനിക മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ശരി ഉത്തരം? വ്യക്തിഗത ബുദ്ധിശക്തി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി മറ്റൊരാളുടെ സ്വാധീനത്തിൽപ്പെട്ട് സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റുന്ന പ്രക്രിയയെ മനഃശാസ്ത്രത്തിൽ എന്തു പറയുന്നു? പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ, സമൂഹത്തിൽ ഇടപെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ചിലപ്പോൾ ചില സ്വാധീനങ്ങളാൽ ചിലപ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ മാറ്റുന്നതായിട്ട്, സ്വന്തം അഭിപ്രായത്തിൽ നിന്നൊക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇത്. ഒരു വ്യക്തി മറ്റൊരാളുടെ സ്വാധീനത്തിൽപ്പെട്ട് സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റുന്ന പ്രക്രിയയെ മനഃശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അനുസരണം അല്ലെങ്കിൽ കൺഫോർമിറ്റി എന്ന് പറയും. അതായത് അനുസരണം എന്നത് ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിന്റെ മാനദണ്ഡങ്ങളോ പ്രതീക്ഷകളോ അനുസരിച്ച് സ്വന്തം ചിന്തകളോ പെരുമാറ്റങ്ങളിലോ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് എന്ത്? അനുസരണം. ഇത് സാമൂഹ്യ സമ്മർദ്ദം മൂലമോ ഗ്രൂപ്പിൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം മൂലമോ ഒക്കെ സംഭവിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്ന ജൈവശാസ്ത്രപരമായ ഘടകം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്ന ജൈവശാസ്ത്രപരമായ ഘടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പാരമ്പര്യമാണല്ലേ. ഒരു വ്യക്തിയുടെ പാരമ്പര്യം എന്നത് അവരുടെ ജനിതക ഘടനയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അല്ലേ. ഇത് അവരുടെ സ്വഭാവ സവിശേഷതകള്, മാനസിക കഴിവുകള്, ചില രോഗങ്ങളോടുള്ള
പ്രവണത എന്നിവയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം, സംസ്കാരം, സാമൂഹ്യ പദവി എന്നിവയെല്ലാം പരിസ്ഥിതിപരമായ ഘടകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച പ്രധാന മനഃശാസ്ത്രജ്ഞൻ ആരാണ്? 4 പേരുടെ പേരുകൾ ഈ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓപ്ഷൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഈ സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച പ്രധാന മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ആരാണ്? സോഷ്യൽ ലേണിംഗ് തിയറി ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ് സാമൂഹ്യ പഠന സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. നിരീക്ഷണം, അനുകരണം, മാതൃകാ പഠനം എന്നിവയിലൂടെയാണ് ആളുകൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഫ്രോയിഡ് മനോവിശ്ലേഷണ സിദ്ധാന്തവും സ്കിന്നർ പ്രവർത്തനാനുകൂല സിദ്ധാന്തവും റോജേഴ്സ് മാനുഷിക സിദ്ധാന്തവുമാണ് മുന്നോട്ട് വച്ചത്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഫ്രോയിഡ് മനോവിശ്ലേഷണ സിദ്ധാന്തവും സ്കിന്നർ പ്രവർത്തനാനുകൂല സിദ്ധാന്തവും റോജേഴ്സ് മാനുഷിക സിദ്ധാന്തവുമാണ് മുന്നോട്ട് വച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ വൈകാരികവും മാനസികവുമായ ആരോഗ്യത്തെ അളക്കുന്നതിനുള്ള ഒരു പ്രധാന മാനദണ്ഡം താഴെ പറയുന്നവയിൽ ഏതാണ്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഒരു വ്യക്തിയുടെ വൈകാരികവും മാനസികവുമായ ആരോഗ്യത്തെ അളക്കുന്നതിനുള്ള ഒരു പ്രധാന മാനദണ്ഡം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ആത്മാഭിമാനം അല്ലെ, സെൽഫ് എസ്റ്റീം. ആത്മാഭിമാനം എന്നത് ഒരു വ്യക്തിക്ക് തങ്ങളെക്കുറിച്ച് തന്നെയുള്ള നല്ലതോ ചീത്തയോ ആയ ധാരണയാണ്. ഉയർന്ന ആത്മാഭിമാനം പൊതുവെ നല്ല മാനസികാരോഗ്യത്തെയും ക്ഷേമത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു. കാരണം അത് വ്യക്തിയെ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളവരും വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ളവരുമാക്കുന്നു. മറ്റ് ഓപ്ഷനുകൾക്ക് മാനസികാരോഗ്യവുമായി ബന്ധമുണ്ടെങ്കിലും അവ നേരിട്ട ഒരു വ്യക്തിയുടെ വൈകാരിക ആരോഗ്യത്തിന്റെ അളവുകോലല്ല. അപ്പോൾ ആത്മാഭിമാനം എന്ന ഒരു വ്യക്തിക്ക് തങ്ങളെക്കുറിച്ച് തന്നെയുള്ള നല്ലതോ ചീത്തയോ ആയ ഒരു ധാരണയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും ഒരു ഗ്രൂപ്പ് എങ്ങനെ സ്വാധീനിക്കും എന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ഒരു വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും ഒരു ഗ്രൂപ്പ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ. ഏതാണ്? സാമൂഹിക മനഃശാസ്ത്രം അല്ലെ, സോഷ്യൽ സൈക്കോളജി. സാമൂഹിക മനഃശാസ്ത്രം പ്രധാനമായും വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ഇടപെടലുകൾ, സാമൂഹിക സ്വാധീനം, മനോഭാവങ്ങൾ, പക്ഷപാതങ്ങൾ, ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നിവയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തകളെയും സമൂഹം എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിലാണ് ഈ ശാസ്ത്രശാഖ കേന്ദ്രീകരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തകളെയും നമ്മുടെ സമൂഹം എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിലാണ് ഈ ശാഖ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രെസ് കൈകാര്യം ചെയ്യാനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്ന പദം ഏത്? സ്ട്രെസ് കൈകാര്യം ചെയ്യാനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? പ്രതിരോധശേഷി അല്ലെ. പ്രതിരോധശേഷി എന്നത് കഷ്ടപ്പാടുകള്, ആഘാതങ്ങള്, ദുരന്തങ്ങള്, ഭീഷണികള് അല്ലെങ്കിൽ സ്ട്രെസ് എന്നിവയെ നന്നായി നേരിടാനും അതിജീവിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ്. വിഷാദം, ഉത്കണ്ഠ, ഭയം എന്നിവ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് മാനസികാവസ്ഥകളാണ്. അപ്പോൾ പ്രതിരോധശേഷിയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. സമൂഹത്തിലെ ലിംഗഭേദപരമായ റോളുകളെയും പ്രതീക്ഷകളെയും കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏത്? സമൂഹത്തിലെ ലിംഗഭേദപരമായ റോളുകളെയും പ്രതീക്ഷകളെയും കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏത്? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ജെൻഡർ മനഃശാസ്ത്രം. നിങ്ങൾ ജെൻഡർ മനഃശാസ്ത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ജെൻഡർ മനഃശാസ്ത്രം? ലിംഗഭേദത്തെയും
അത് വ്യക്തികളുടെ പെരുമാറ്റം, ചിന്തകള്, വികാരങ്ങൾ എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും പഠിക്കുന്നു. സാമൂഹികമായി രൂപപ്പെടുന്ന ലിംഗഭേദപരമായ റോളുകൾ, സ്റ്റീരിയോടൈപ്പുകള്, പക്ഷപാതങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പഠന വിഷയങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ ചിന്തകള്, വികാരങ്ങള്, ഓർമ്മകള്, ശാരീരികാനുഭവങ്ങൾ എന്നിവയെ ഒരുമിപ്പിച്ച് യോജിപ്പുള്ളതും പൂർണ്ണവുമായ ഒരു സ്വത്വം രൂപപ്പെടുത്തുന്ന മനഃശാസ്ത്രപരമായ പ്രക്രിയയെ എന്തു പറയുന്നു? ഒരു വ്യക്തിയുടെ ചിന്തകള്, വികാരങ്ങള്, ഓർമ്മകള്, ശാരീരിക അനുഭവങ്ങൾ എന്നിവയെ ഒരുമിപ്പിച്ച് യോജിപ്പുള്ളതും പൂർണ്ണവുമായ ഒരു സ്വത്വം രൂപപ്പെടുത്തുന്ന മനഃശാസ്ത്രപരമായ പ്രക്രിയയെ എന്തു പറയുന്നു? എന്താണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, മനസംയോജനം. മനസംയോജനം എന്നത് ഒരു വ്യക്തിയുടെ വിവിധ ആന്തരിക ഘടകങ്ങളെ ബോധമനസ്സിനെയും അവബോധ മനസ്സിനെയും വികാരങ്ങളെയും ചിന്തകളെയും ഓർമ്മകളെയും ശാരീരിക അനുഭവങ്ങളെയും ഒരുമിപ്പിച്ച് പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ഏകീകൃതവും സന്തുലിതവുമായ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ഇത് മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മനസംയോജനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചികിത്സാ മനഃശാസ്ത്രത്തില് വ്യത്യസ്ത ചികിത്സാ രീതികളിൽ നിന്നുള്ള ആശയങ്ങളും വിദ്യകളും ഒരുമിച്ച് ഉപയോഗിച്ച് രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ചികിത്സാ പദ്ധതി രൂപപ്പെടുത്തുന്നതിനെ എന്തു പറയുന്നു? ചികിത്സാ മനഃശാസ്ത്രത്തില് വ്യത്യസ്ത ചികിത്സാ രീതികളിൽ നിന്നുള്ള ആശയങ്ങളും വിദ്യകളും ഒരുമിച്ച് ഉപയോഗിച്ച് രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ചികിത്സാ പദ്ധതി രൂപപ്പെടുത്തുന്നതിനെ എന്തു പറയുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സംയോജിത ചികിത്സ. ഈ സംയോജിത ചികിത്സ എന്നത് സൈക്കോഡൈനാമിക്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ, ഹ്യൂമനിസ്റ്റിക് തുടങ്ങിയ വിവിധ സൈക്കോതെറാപ്പി സമീപനങ്ങളിൽ നിന്നുള്ള തത്വങ്ങളും വിദ്യകളും സംയോജിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇത് രോഗിയുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും ഫലപ്രദമായ സമീപനം നൽകാൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കാൾ ജൂങ്ങിന്റെ സിദ്ധാന്തം അനുസരിച്ച് വ്യക്തിയുടെ ബോധവും അബോധവുമായ ഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഷാഡോ പോലുള്ള അബോധ ഭാഗങ്ങളെ വ്യക്തിത്വത്തിലേക്ക് ഉൾക്കൊള്ളിച്ച ഒരു സമ്പൂർണ്ണ വ്യക്തിത്വം നേടുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു? കാൾ ജൂങ്ങിന്റെ സിദ്ധാന്തം അനുസരിച്ച് വ്യക്തിയുടെ ബോധവും അബോധവുമായ ഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഷാഡോ പോലുള്ള അബോധ ഭാഗങ്ങളെ വ്യക്തിത്വത്തിലേക്ക് ഉൾക്കൊള്ളിച്ച ഒരു സമ്പൂർണ്ണ വ്യക്തിത്വം നേടുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു? എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വ്യക്തിത്വവൽക്കരണം എന്നാണ് വിളിക്കുന്നത്. കാൾ ജൂങ്ങിന്റെ അനലറ്റിക്കൽ സൈക്കോളജിയിലെ ഒരു പ്രധാന ആശയമാണ് വ്യക്തിത്വവൽക്കരണം. ഒരു വ്യക്തിയുടെ ബോധവും അബോധവുമായ എല്ലാ ഘടകങ്ങളെയും, പ്രത്യേകിച്ച് വ്യക്തിപരമായ അബോധത്തിലെയും സാമൂഹിക അബോധത്തിലെയും ആർക്കിടൈപ്പുകളെയും ഏകീകരിച്ച് തനതായതും സമ്പൂർണമായ ഒരു വ്യക്തിത്വമായി മാറുന്നതിനുള്ള ആജീവനാന്ത പ്രക്രിയയാണ് ഇത്. സംയോജനം ഈ വ്യക്തിത്വവൽക്കരണ പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ വ്യത്യസ്ത വൈകാരിക അനുഭവങ്ങളെ, ഉദാഹരണത്തിന് സന്തോഷം, ദുഃഖം, ദേഷ്യം, ഇതൊക്കെ തിരിച്ചറിയാനും അവയെ ആരോഗ്യപരമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുന്ന അവസ്ഥയെ മനഃശാസ്ത്രത്തിൽ എന്തു പറയുന്നു? ഒരു വ്യക്തിയുടെ വ്യത്യസ്ത വൈകാരിക അനുഭവങ്ങളെ തിരിച്ചറിയാനും അവയെ ആരോഗ്യകരമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുന്ന അവസ്ഥയെ മനഃശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? ശരി ഉത്തരം ഏതാണ്? വൈകാരിക സംയോജനം, ഇമോഷണൽ ഇന്റഗ്രേഷൻ. വൈകാരിക സംയോജനം എന്നാൽ ഒരു വ്യക്തിക്ക് അവരുടെ വൈകാരിക അനുഭവങ്ങളെ കുറിച്ചുള്ള അവബോധം, അവയെ മനസ്സിലാക്കാനുള്ള കഴിവ്, അവയെ ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ് എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് വൈകാരിക ബുദ്ധിയുടെ ഒരു പ്രധാന ഘടകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനപരമായ ബന്ധങ്ങളെയും
അവ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ച് ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയെ സാധ്യമാക്കുന്നു എന്നും പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനപരമായ ബന്ധങ്ങളെയും അവ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ച് ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ സാധ്യമാക്കുന്നു എന്നും പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ന്യൂറോ സയൻസ് അല്ലേ. ന്യൂറോ സയൻസ് എന്നത് നാഡീവ്യവസ്ഥയെയും തലച്ചോറിനെയും കുറിച്ചുള്ള പഠനമാണ്. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങൾ എങ്ങനെ പരസ്പരം സംയോജിച്ച് സങ്കീർണമായ മാനസിക പ്രക്രിയകളും പെരുമാറ്റങ്ങളും സാധ്യമാക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ ശാഖ ആഴത്തിൽ പഠിക്കുന്നു. ഇതിനെ ന്യൂറൽ ഇന്റഗ്രേഷൻ എന്നും പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്ക് എന്താണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്ക് എന്താണ്? മനുഷ്യാവകാശ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കമ്മീഷന് വിവരം നൽകുകയും പരാതി നൽകുകയും ചെയ്യാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 കീഴിൽ പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടോ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 കീഴിൽ പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തവനൂർ വനിതാ ജയിൽ. പ്രത്യേകം ഓർത്തിരിക്കണം, കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തവനൂർ വനിതാ ജയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ബോർസ്റ്റർ സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ബോർസ്റ്റർ സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാക്കനാട് ബോർസ്റ്റർ സ്കൂള്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ തുറന്ന ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെട്ടുകാൽത്തേരി തുറന്ന ജയില്. കേരളത്തിലെ തുറന്ന ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.